ഈ യാത്ര എന്ന് പറയുന്നത് 100 വർഷം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ യാത്ര എന്ന് പറയുന്നത് നമുക്ക് 5 മിനിറ്റിലോ 10 മിനിറ്റിലോ പറയാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഡൽഹിയിൽ ഞങ്ങൾ വലിയൊരു മഹാസമ്മേളനം കഴിഞ്ഞ നവംബറിൽ അവിടെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തതാണ്. അതിന്റെ അവസാന മിനുക്കുപണി വരെ എത്തിയപ്പോഴാണ് നമുക്ക് ആ ചെങ്കോട്ടയിലുള്ള ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായത്. അതിനെ തുടർന്ന് നമുക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടാതെ വന്നതുകൊണ്ടാണ് ഡൽഹിയിലെ പരിപാടി നമുക്ക് നടത്താൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ വലിയ മനോഹരമായിട്ട് അതിവിപുലമായിട്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ വരാമെന്ന ഏറ്റൊരു പരിപാടിയാണ് നമുക്ക് മാറ്റേണ്ടി വന്നത്. ബിലാൻ സാഹിബിനോട് നമുക്ക് ചില കടപ്പാടുകളുണ്ട്. നമ്മുടെ ഡൽഹി സമ്മേളനം അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ടവരാണ് അവിടെ ചെയ്തു തന്നിട്ടുള്ളത്. അവരും അതിന് നല്ല പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മൾ നിർത്തിവെക്കേണ്ടി വന്നു. ഇവിടെ പറഞ്ഞല്ലോ, സ്ഫോടനം ഉണ്ടായപ്പോൾ നമുക്കവിടെ നടത്താമായിരുന്നു പിന്നെയും. പക്ഷേ ഞാൻ വിളിച്ചു പറഞ്ഞതാണ് ആഫീസിക്ക് നമ്മളെ മോയിൻകുട്ടി മാസ്റ്ററോടും മറ്റുമൊക്കെ, അത് ഈ സന്ദർഭത്തിൽ ഇനി നമ്മൾ നടത്തേണ്ടതാണ്. കാരണം അത് നമ്മൾ അങ്ങനെ ഒരു സമ്മേളനം അവിടെ നടത്തി ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും ആ രാഷ്ട്ര താല്പര്യത്തിനോട് എതിരല്ലാത്ത എന്തെങ്കിലും പ്രവർത്തനം ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിന് നമ്മൾ കാരണക്കാരാവാൻ പാടില്ല. അതാണ് നമ്മളെ അടിസ്ഥാനപരമായ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ വിശ്വസിച്ചു വരുന്ന ഒന്നാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രത്യേകമായിട്ട് ഒരു മതവിഭാഗത്തിൻ്റെ ഒരു ആരാധനാലയം ഉണ്ടെന്ന് വെക്കുക. നമ്മളവിടെ ഒരു സമ്മേളനം നടത്തുമ്പോൾ നമ്മളോട് എതിരുള്ള ചിലപ്പോൾ പല ആളുകളും ഉണ്ടാവും. അവർ ആ ആരാധനാലയത്തിന് നേരെ കല്ലെറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമ്മൾ ചെയ്തതെന്നാണ് ഇക്കാര്യം പറയുന്നത്. സമസ്തയുടെ ഡൽഹിയിലെ ദേശീയ സമ്മേളനം അത് മാറ്റിവെക്കുകയുണ്ടായി. അതിന്റെ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങള് വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഡൽഹിയിലെ സമ്മേളനങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് അദ്ദേഹം വിശദീകരിച്ചത്. അതിന്റെ പിറ്റേ ദിവസമാണ് ഡൽഹിയിലെ വലിയ ഒരു സ്ഫോടനം നടന്നത്. ആ സ്ഫോടനം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി സമ്മേളനം മാറ്റിവെക്കുകയായിരുന്നു, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ ഡൽഹി സമ്മേളനം ക്യാൻസൽ ചെയ്തപ്പോ, അത് വേണ്ടെന്ന് വെച്ചപ്പോ പലരും വല്ലാതെ സമസ്തയുടെ മുകളിൽ കുതിര കയറാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയകളിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന ഇന്നും ഈ സന്ദേശയാത്ര ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ സന്ദേശയാത്രയുമായി ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത് പാതി വഴിയിൽ വന്ന് നിൽക്കുമ്പോ അതിനെ പരിഹസിക്കുകയും കളിയാക്കുകയും അതിനെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിക്കുന്ന ആളുകളും തന്നെയാണ് അന്ന് ഡൽഹി സമ്മേളനം ക്യാൻസൽ ചെയ്തപ്പോ അതിനെ പരിഹസിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ഇന്നലെ എറണാകുളത്തെ വേദിയിൽ വെച്ചിട്ട് ഹാരിസ് ബീരാൻ തന്നെ പറയുക. ഹാരിസ് ബീരാൻ ലീഗിന്റെ രാജ്യസഭാ MP ആണ്, ഡൽഹിയിലെ സുപ്രീം കോർട്ടിലെ അഭിഭാഷകനാണ്. അപ്പോ അദ്ദേഹമൊക്കെ ചേർന്നുകൊണ്ടാണ് ആ സമ്മേളനത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയത്. പക്ഷെ അവസാന ഘട്ടത്തിൽ ആ ബ്ലാസ്റ്റ് നടന്നതോടുകൂടി പിന്നെ അത് തങ്ങൾ പറഞ്ഞു വേണ്ട. കാരണം ഈ രാഷ്ട്രത്തിന്റെ താല്പര്യം, ആ താല്പര്യങ്ങൾക്ക് എതിരാകുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സമ്മേളനം കാരണമായാൽ പിന്നെ നമ്മൾ അതിന് മറുപടി പറയേണ്ടി വരും. തങ്ങളുടെ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? അപ്പോ ആരെങ്കിലും നമ്മുടെ വേദി അതിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ നമ്മൾ അതിന് ഈ രാഷ്ട്രത്തോട് നമ്മൾ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള വലിയ ബോധ്യം. ഏത് ബോധ്യം? ദീൻ പഠിപ്പിച്ചു കൊടുത്ത ബോധ്യം. ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ എന്ന് ദീൻ പഠിപ്പിച്ചത്, ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുത്ത ആ ബോധ്യം അല്ലേ? ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ. ആ ബോധ്യത്തിൽ നിന്നാണ് തങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പരിഹസിക്കാൻ കുറെ ആളുകളാ സമസ്തക്ക് ദേശീയ സമ്മേളനം നടത്താൻ കഴിയുന്നത്. അവിടെ സമസ്തക്ക് ദേശീയ സമ്മേളനമല്ല, ഇന്റർനാഷണൽ സമ്മേളനം വരെ സമസ്തക്ക് നടത്താൻ കഴിയും. പക്ഷേ സമസ്തത് ഓരോന്നും ചെയ്യുമ്പോഴും വേണ്ടെന്ന് വെക്കുമ്പോഴും അതില് 10,000ങ്ങളായ ആലോചനകളും ചിന്തകൾക്കും ശേഷമാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. സമസ്ത എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഒന്നും അങ്ങനെ അല്ലാതെയല്ല.
എല്ലാം ഈ നിമിഷം വരെ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിലും സമസ്ത ചെയ്യാൻ പോകുന്നത് വ്യക്തമായ ദിശാബോധത്തോടു കൂടി, വ്യക്തമായ കാഴ്ചപ്പാടുകളോട് കൂടി, വ്യക്തമായ അജണ്ടകളോട് കൂടി തന്നെയാണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തങ്ങളുടെ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? ഹാരിസ് ബീരാൻ പറഞ്ഞ വാക്കുകൾ ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ? ആ തങ്ങൾ പറഞ്ഞ വാക്കുകളിൽ തങ്ങൾ പറഞ്ഞില്ലേ, ഈ രാഷ്ട്ര താല്പര്യത്തിന് എതിരാകുന്ന വല്ലതും സംഭവിക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് ഈ സമസ്തയുടെ ബാധ്യതയാകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മളൊരു കാരണക്കാരനാവാതിരിക്കാൻ വേണ്ടിയാണ് വേണ്ടെന്ന് വെച്ചത്. ഏത് താല്പര്യം? രാഷ്ട്ര താല്പര്യം. എവിടെ പറഞ്ഞത്? ദീൻ പറഞ്ഞത്. ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച കാര്യം, നമ്മൾ മദ്രസകളിൽ പഠിച്ച കാര്യം, ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ എന്ന് ദീൻ പറഞ്ഞ കാര്യം. നിന്റെ രാജ്യം, നിന്റെ രാജ്യത്തോടുള്ള സ്നേഹമാണ് വിശ്വാസം എന്നാണ് പഠിപ്പിച്ചത്. വിശ്വാസം നിന്റെ രാജ്യത്തോടുള്ള സ്നേഹമാണ്. മനസ്സിലായില്ലേ? അപ്പോ ആ രാഷ്ട്ര താല്പര്യത്തിന് വിഘാതമാകുന്ന ഒന്നിനും സമസ്ത കാരണമാകരുത് എന്നുള്ള നിർബന്ധം കൊണ്ട് വേണ്ടെന്ന് വെച്ചതാ. അതല്ലെങ്കിൽ ഈ 100ാം വാർഷികത്തിന് മുന്നോടിയായിട്ട് ദുബൈയിൽ ഒരു സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡൽഹിയിലും ഒരു സമ്മേളനം നടത്താൻ സമസ്തക്ക് ഒരു പാടും ഉണ്ടായിരുന്നില്ല. പുഷ്പം പറിക്കും പോലെ അത് സജ്ജീകരിച്ച് നടത്തുമായിരുന്നു. പക്ഷേ ആ ചെങ്കോട്ടയിൽ നടന്ന ബ്ലാസ്റ്റ്, അപ്പൊ അതേ തുടർന്നുണ്ടായ ആശങ്ക, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അങ്ങനെ വേണ്ടെന്നുള്ളൊരു. അപ്പൊ സമസ്ത അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോ അത് നമ്മളെല്ലാവരും സ്വീകരിച്ചവരാ. അവിടെയും ചില മുനാഫിക്കുകൾ, സമസ്ത നായി തൊട്ട കലം പോലെ മാറ്റി നിർത്തിയ ചില ആളുകൾ, അവരവിടെയും ഇവിടെയും ഒക്കെ ഇരുന്നു കൊണ്ട് സമസ്തയെ പരിഹസിക്കുവാനും സമസ്തയുടെ കാര്യക്ഷമതയെ പരിഹസിക്കുവാനും സമസ്തയുടെ കപ്പാസിറ്റിയെ പരിഹസിക്കുവാനും ഒക്കെ ഉറഞ്ഞു തുള്ളുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടി പറയണമെന്ന് കരുതിയത്. ഇത് പറയുമ്പോ എന്റെ മനസ്സിലേക്ക് വരുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോ. ഞാൻ ആ വീഡിയോയിൽ സംസാരിക്കുന്ന ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ആ വ്യക്തിയെ സമസ്ത മാറ്റി നിർത്തിയതാ. സമസ്ത ആ വ്യക്തിയെ മാറ്റി നിർത്തിയതാണ്. അത് കുറെ വർഷമായി മാറ്റി നിർത്തിയിട്ട് സമസ്തയുടെ ഒരു സമയത്ത് ഒരു വലിയ താരോദയമായി മാറേണ്ടിയിരുന്ന വ്യക്തി സമസ്തയുടെ വേദികളിൽ വന്നതിന് ശേഷം ചില നീക്കുപോക്കുകൾ ശരിയല്ലെന്ന് കണ്ട് സമസ്ത മാറ്റി നിർത്തിയതാ. ആ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല. ഇനി വേണമെങ്കിൽ ഞാനൊരു സൂചന തരാം നിങ്ങൾക്ക്. ആ സൂചന എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മർഹൂം നാട്ടികവി മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന സമുന്നതനായ ഒരു നേതാവ് ഉണ്ടായിരുന്നു സമസ്തക്ക്. സമുന്നതനായ ഒരു നേതാവ് നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടായിരുന്നു നാട്ടിക ഉസ്താദിന്റെ മരണം. ആ മരണത്തിന്റെ വാർത്ത നമ്മുടെ കാതുകളിലേക്ക് വന്നത്. ആ നാട്ടിക ഉസ്താദ് സമസ്തയുടെ വേദികളിൽ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്താണ് നാട്ടിക ഉസ്താദ് മരണപ്പെടുന്നത്. നാട്ടിക ഉസ്താദ് വഫാത്താകുന്നത് സമസ്തയുടെ വേദികളില് കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ്. ആ സമയത്ത് നാട്ടിക ഉസ്താദ് മരണപ്പെട്ടപ്പോ സമസ്തയുടെ വേദികളില് ആ സ്ഥാനത്ത് ഇനി ആര് എന്നുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു വിടവ് വന്നപ്പോ ആ വിടവിലേക്ക് ഒരാൾ നടന്ന് കയറി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും തക്ബീർ ധ്വനികൾ മുഴക്കി സ്വീകരിച്ച വ്യക്തിയാ. പക്ഷെ ആ വ്യക്തിക്ക് നാട്ടിക ഉസ്താദിന്റെ ആ കസേരയിൽ ഇരിക്കാൻ അധികകാലം സാധിച്ചില്ല. അതിനു മുമ്പേ സമസ്ത എടുത്ത് മാറ്റി നിർത്തി. ആ മാറ്റി നിർത്തിയ വ്യക്തി പേര് ഞാൻ പറയില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ സമസ്തക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ പേര് ഞാൻ എന്നാലും പറയില്ല. ആ വ്യക്തിയുടെ കഴിഞ്ഞ ഒരു ദിവസം ആ വ്യക്തിയുടെ ഒരു വീഡിയോ കണ്ട്, ഏത് ഈ നാട്ടിക ഉസ്താദിന്റെ സ്ഥാനത്തേക്ക് കയറി വരികയും സമസ്ത വേദികളിൽ നമ്മൾ തക്ബീർ മുഴക്കി സ്വീകരിക്കുകയും ചെയ്ത, പിന്നീട് സമസ്ത മാറ്റി നിർത്തി ഇപ്പൊ വർഷങ്ങളായിട്ട് സമസ്ത പഠിക്കുന്നു പുറത്തു നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിൽ അദ്ദേഹത്തിന്റെ ഒരു ചാനലില് ഞാൻ കണ്ട ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പില് അദ്ദേഹം പറയുന്നത് സമസ്ത തഹിയ ഫണ്ട് ശേഖരണത്തിലൂടെ 46 കോടി രൂപ സ്വരൂപിച്ചതിനെ കുറിച്ചാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്
ഈ 46 കോടിയല്ല 46,000 കോടി ഉണ്ടായിട്ട് എന്താ കാര്യം? ഈ പണ്ഡിതന്മാർക്ക് അത് കൈകാര്യം ചെയ്യാൻ അറിയോ? എന്നിട്ട് അദ്ദേഹം അതിന്റെ കൂടെ ഒരു ഹദീസ് ഓതി വെക്കുന്നുണ്ട്. ആ ഹദീസ് അദ്ദേഹം പറയുന്നത് ഈ സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് ദ്രോഹമാണ് എന്ന് പറയുന്ന ഒരു ഹദീസാണ്. അത് ഓതി വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ പണ്ഡിതന്മാർക്ക് ഈ 46 കോടി രൂപ കൈകാര്യം ചെയ്യാൻ കഴിയോ എന്ന്. എന്നിട്ട് അദ്ദേഹം ആ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ വിഡ്ഢികളാണോ വിഡ്ഢികള്, 46 കോടി പിരിച്ചു എന്ന് പറയുന്ന ആളുകൾ വിഡ്ഢികളാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഈ വിദ്വാന്റെ തന്നെ ഈ ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇവിടെ കേൾപ്പിക്കൂല, കാരണം ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ ക്ലിപ്പും ഞാൻ ഇവിടെ കേൾപ്പിക്കൂല. ആ ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ വേറൊരു ക്ലിപ്പ് ഉണ്ട്. അത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമസ്തയുടെ തഹിയ ഫണ്ട് ശേഖരണം നടക്കുന്നതിന്റെ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു വേദിയിൽ വെച്ചിട്ട് കേരളത്തിന്റെ ഫുട്ബോളർ IM വിജയന് അദ്ദേഹം ഒരു ഫണ്ട് ശേഖരിക്കുക. ആ ഫണ്ട് ശേഖരണത്തിലേക്ക് IM വിജയൻ 1 ലക്ഷം രൂപ സംഭാവന ചെയ്തു, ഡൊണേറ്റ് ചെയ്തു. IM വിജയൻ 1 ലക്ഷം രൂപ കൊടുത്തപ്പോ ആ 1 ലക്ഷം രൂപ വാങ്ങിയിട്ട് തക്ബീർ ചൊല്ലിയിട്ട് IM വിജയനെ പുകഴ്ത്തി പാടുന്ന ഒരു ക്ലിപ്പ് അതും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആളെ പേര് പറയാത്തതുകൊണ്ട് ആ 2 ക്ലിപ്പും ഇവിടെ കേൾപ്പിക്കുന്നില്ല എന്നുള്ളൂ. അപ്പോ ആ ഒരു ക്ലിപ്പാണ് അത്. ഞാൻ കുറച്ചു ദിവസം മുമ്പ് കണ്ടതാണ്. പിന്നെ ഇപ്പൊ അടുത്താണ് ഈ തഹിയ ഫണ്ട് ശേഖരണം കഴിഞ്ഞതിൽ പിന്നെയാണ് ഈ പറയുന്ന തഹിയ ഫണ്ടിനെ വിമർശിച്ചുകൊണ്ട് ആ സമസ്ത മാറ്റി നിർത്തിയ വ്യക്തി വിഡ്ഢികളാണ്, ഈ പറയുന്ന ജിഫ്രി തങ്ങളെയും സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാരെയും വിഡ്ഢികളാണെന്ന് വിളിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് ഞാൻ കാണുന്നത്. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക, 1 ലക്ഷം കിട്ടിയപ്പോ 1 ലക്ഷം കൊടുത്തത് വെറും IM വിജയൻ മാത്ര, അങ്ങനെ പല ആളുകൾ പല പണം കൊടുത്തിട്ടുണ്ട്. അപ്പോ അവരുടെ കയ്യിലേക്ക് പണം അവർ ശേഖരിക്കുമ്പോ അവരതൊക്കെ കൈകാര്യം ചെയ്യാന് വളരെ മിടുക്കന്മാരായ ആളുകൾ. സമസ്തയുടെ കയ്യിലേക്ക് പണം വന്നാല് അത് കൈകാര്യം ചെയ്യാൻ സമസ്തക്ക് മിടുക്കില്ല എന്നാണ് ആ വിദ്വാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതിവിടെ സൂചിപ്പിക്കണമെന്ന് കരുതി. എന്താ സൂചിപ്പിക്കാൻ കാരണം? ഇപ്പൊ ഇന്നലെ ഈ ഡൽഹിയിലെ കോൺഫറൻസ് സമ്മേളനം മാറ്റിവെച്ച് അല്ലെങ്കിൽ ക്യാൻസൽ ആക്കിയതുമായി ബന്ധപ്പെട്ട് തങ്ങൾ പ്രതികരിക്കുമ്പോ ചില കാര്യങ്ങൾ പറയാതെ പറയണമെന്ന് എനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിവിടെ പറയാൻ കാരണം. അപ്പോ ഇവരുടെയൊക്കെ ഒരു മനസ്സിലിരിപ്പ്, ഇവരെന്തെങ്കിലും ഫണ്ട് ശേഖരണവും ഇവരെന്തെങ്കിലും നടത്തിയ ഇവർ വലിയ മിടുക്കന്മാരാണിതാ. എന്നാ സമസ്ത ചെയ്താലോ സമസ്ത അതൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അടോ അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. സമസ്തക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സമസ്തയുടെ ഈ തഹിയ ഫണ്ട് ശേഖരണം തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പലപ്പോഴും ഈ ക്രൗഡ് ഫണ്ടിങ്ങില് നമ്മള് ഈ ഫണ്ട് നമ്മളിങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ ഒരു ജാം അനുഭവപ്പെടാറുണ്ട്. ട്രാഫിക് ജാം, റോട്ടുമ്മലുള്ള ട്രാഫിക് ജാം അല്ല. ഫണ്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ട്രാഫിക് ജാം കാരണം നമുക്ക് പലപ്പോഴും പൈസ ഡൊണേറ്റ് ചെയ്യാനും അത് പേ ചെയ്യാനും കഴിയാത്ത അവസ്ഥ. പക്ഷെ അങ്ങനെ ഒരു തടസ്സങ്ങളുമില്ലാതെ, സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ലാതെ ഒരു ആപ്പിലൂടെ, തഹിയ എന്ന് പറയുന്ന ആപ്പിലൂടെ സമസ്ത 46 കോടി പിടിച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സമസ്തക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ആപ്പ് തന്നെ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ആപ്പ് തന്നെ സമസ്തക്ക് അതിന് കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന ആപ്പ് തന്നെ എന്നുള്ളതാണ്. അപ്പോ ഈ തഹിയ ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? സമസ്തയുടെ ഈ പറയുന്ന ഇപ്പൊ ജിഫ്രി തങ്ങൾ നടത്തുന്ന സന്ദേശയാത്രയ്ക്ക് വേണ്ടിയിട്ടാണോ? അല്ല. സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കാണോ? അല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് സമസ്ത ഇതൊക്കെ ചെലവാക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സമസ്തയുടെ ഇസ്തിഖാമ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ ആണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് വൈജ്ഞാനിക വിപ്ലവം ഒരുക്കാനാണ്. അത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും കർണാടകയിലും നമ്മുടെ അയൽ ജില്ലകളിലും സംസ്ഥാനങ്ങളിലും ഒക്കെ. പിന്നെ സമസ്തയുടെ ലേണിംഗ് വില്ലേജ് ആണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം
പിന്നെ എഡ്യൂസിറ്റി എന്ന് പറയുന്ന സംസ്ഥയുടെ വലിയ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അതുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം എന്ന് പറയുന്ന പദ്ധതികളുണ്ട്. അങ്ങനെ സമസ്ത മുന്നോട്ട് വെക്കുന്ന 10-15ഓളം പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾക്ക് വേണ്ടിയാണ് തെഹിയ ഫണ്ട് ഉപയോഗിച്ചുള്ള ഫണ്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ ഒക്കെ എല്ലാവരുടെയും സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഫെബ്രുവരിയിൽ കാസർകോട്ടെ കുണിയയിൽ സംസ്ഥയുടെ സമ്മേളനം ഇൻഷാ അല്ലാഹ് അതിഭംഗിയായി അവസാനിക്കും. അത് അവസാനിച്ച് കഴിയുമ്പോൾ തഹിയ ഫണ്ടിലൂടെ ശേഖരിച്ച പണം അത് എവിടെയുണ്ട് എന്നുള്ളത് അന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താം. സമ്മേളനം കഴിഞ്ഞിട്ടും ആ പണം ഒരനക്കവും വരുത്താതെ അവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അപ്പോ സമസ്ത ഈ പണമൊക്കെ എടുത്തിട്ട് സമ്മേളനം നടത്താനും സന്ദേശയാത്ര നടത്താനും അല്ല ഉപയോഗിക്കുന്നത്. സമസ്തയ്ക്ക് വ്യക്തമായ പ്ലാനുകളുണ്ട്. സമസ്തയുടെ ഉലമാക്കൾ എന്ന് പറയുന്നത് കാണുമ്പോൾ കുറച്ച് തലയെക്കെട്ടും താടിയൊക്കെ വെച്ച പഴഞ്ചന്മാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട നിങ്ങൾക്ക് തെറ്റി. ഞാൻ ആളുടെ പേരാണ് ഉദ്ദേശിച്ചത്, അവിടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ നിങ്ങൾക്ക് തെറ്റി. സമസ്തയുടെ പണ്ഡിതന്മാരെ എല്ലാം കൊണ്ടും കപ്പാസിറ്റി ഉള്ളവരും കെൽപ്പുള്ളവരും ആർജവമുള്ളവരും നിലപാടുകളുള്ളവരും നട്ടലുള്ളവരുമാണ്. അതിനപ്പുറം പടച്ച തമ്പുരാനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് സമസ്തയുടെ ചായ് കടിഞ്ഞാൻ, ആ കടിഞ്ഞാൻ സയ്യിദുൽ ഉലമയുടെ കയ്യിൽ എത്താനുണ്ടായ കാരണവും പലരെയും സമസ്ത പടിക്ക് പുറത്ത് നിർത്താനുണ്ടായ കാരണവും ഈ പറയുന്ന കെൽപ്പും കപ്പാസിറ്റിയും ആർജവവും നട്ടല്ലും നിലപാടും കഴിവും വിജ്ഞാനവും പരിജ്ഞാനവും അനുഭവവും അതിനപ്പുറം അള്ളാഹുവിനെ പേടിയുള്ളത് കൊണ്ടും സമസ്തന്റെ നേതാക്കൾക്ക് അതിന് കഴിയും. അവരെ വിഡ്ഢികൾ എന്ന് വിളിക്കാൻ ആ വിഡ്ഢിക്ക് എന്താണ് യോഗ്യത എന്നുള്ളതാണ് എൻ്റെ ചോദ്യം.